ഹലോ, ഇത് ഞങ്ങളുടെ കുട്ടിയെടുത്തി കേട്ടോ. ഇന്ന് ഞാനും കുട്ടിയെടുത്തിയും കൂടെ 3 മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണേ. എങ്ങനെയെന്ന് കണ്ടാലോ? ആദ്യം തൊലിയൊന്നും കളയാതെ കഷ്ണങ്ങളാക്കി മുറിച്ച മാങ്ങയിലോട്ട് പൊടികളായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇതവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് ഒരു കൂട്ട് റെഡിയാക്കാം. തേങ്ങ, ശർക്കര, കടുക്, കറിവേപ്പില, ഒരു പാക്കറ്റ് തൈരിൻ്റെ പകുതിയോളം നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം തേങ്ങയൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത ശേഷം കടുക് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുക. എന്നിട്ട് നേരെ തൈരിലോട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടോളി. അപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത ശർക്കര ഇട്ടിട്ട് അതൊന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് തൈരും തേങ്ങയും കൂടെ ഉള്ള മിക്സ് ഇതിലോട്ട് നേരെ ഇളക്കി കൊടുക്കുക. ഇട്ടിട്ട് അത് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ, വല്ലാണ്ടാവണ്ട. ഇനി വറവിടുക. കടുക്, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. സംഭവം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല കിടിലൻ മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല മധുരവും പുളിയും ഒക്കെ പാകത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ബൈ.